ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓണം സ്പെഷ്യലായിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ബോളിയാണ്. ഈ ഒരു സ്വീറ്റ് ബോളിയും പായസവും കഴിച്ചിട്ടുള്ളവർക്കറിയാം, ഇത് അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോംബോ ആണ്. അപ്പോൾ ഇതുവരെ നിങ്ങളിതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഓണത്തിന് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല പെർഫെക്റ്റ് ടേസ്റ്റിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഈ ഒരു ഓണം സ്പെഷ്യലായിട്ടുള്ള സ്വീറ്റ് ബോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് കടലപ്പരിപ്പാണ്. 250 ml ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പിന്റെ അളവിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് 12 to 15 ബോളി വരെ കിട്ടും. ഇനി ഈ കടലപ്പരിപ്പ് നന്നായി കഴുകി കുറച്ചധികം വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കാം. കടലപ്പരിപ്പ് സോക്ക് ചെയ്യാതെ വേണമെങ്കിലും നമുക്ക് വേവിച്ചെടുക്കാം. പക്ഷെ ഒരു അരമണിക്കൂർ ഇതുപോലെ സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്കിത് വെന്ത് കിട്ടും. ഇനി വേറൊരു ബോളിലേക്ക് 2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്വീറ്റ് ബോളി നമുക്ക് കറക്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് കിട്ടണമെങ്കിൽ മൈദ തന്നെ എടുക്കണം കേട്ടോ. മൈദയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് 2 നുള്ള ഉപ്പും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതൊരു കളറിന് വേണ്ടി മാത്രം ചേർക്കുന്നതാണ്. കൂടിപ്പോയി കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിൻ്റെ ഒരു കുത്തലുണ്ടാവും. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സോഫ്റ്റായി നന്നായി കുഴച്ചെടുക്കണം. അപ്പോൾ കുഴക്കാനായിട്ട് ഞാൻ 1 കപ്പ് അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇത്രയും വെള്ളം നമുക്ക് മുഴുവനായിട്ട് ആവശ്യം വരില്ല. ഇനി ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് വേണം കേട്ടോ നമ്മളിത് കുഴച്ചെടുക്കാൻ. ഇതുണ്ടോ, മുഴുവനായിട്ട് വെള്ളം ആവശ്യം വന്നിട്ടില്ല. 1-2 ടേബിൾ സ്പൂണ് ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ആവശ്യമുള്ളൂ. ഇത് അത്യാവശ്യം കുഴച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാനുണ്ട്. നോർമൽ ഇതിന് നല്ലെണ്ണയാണ് യൂസ് ചെയ്യല്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഒരു 3 ടീസ്പൂൺ ഓയിൽ കുറച്ചായി ചേർത്ത് കൊടുത്ത് നന്നായി സോഫ്റ്റിൽ കുഴച്ചെടുക്കാം. ലാസ്റ്റായിട്ട് നന്നായി കുഴച്ചെടുത്ത മാവിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഇതുപോലെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ഈ മാവ് പിടിക്കുകയൊന്നും ചെയ്യില്ല, കുറച്ചുകൂടി നന്നായി മാവ് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് ഒരു 1 അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഈ മാവ് കിട്ടും. ഇനി നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച കടലപ്പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിലധികം കുറച്ച് വെള്ളം ഒഴിച്ച് 2 നുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. നന്നായി വെന്ത് കിട്ടണം, പക്ഷെ അധികം അലിഞ്ഞു പോകുന്നൊരവസ്ഥയായത്. നമ്മുടെ ഓരോ കുക്കറിൽ ഇതനുസരിച്ച് വിസിലിൻ്റെ എണ്ണത്തിൽ മാറ്റം വന്നേക്കാം. ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിലടിച്ചപ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. 2 വിസിൽ വന്നതിന് ശേഷം പൂർണ്ണമായിട്ട് അതിന് പ്രഷർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഒന്ന് ഓപ്പൺ ആക്കി നോക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഒടഞ്ഞൊന്നും പോവാണ്ട് എന്നാൽ നല്ല പൂർണ്ണമായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ പരിപ്പ് വെന്ത് കിട്ടണം. ഇതുപോലെ വെന്ത് വന്നില്ലെങ്കിൽ ഒരു വിസിലും കൂടി ഒന്ന് അടുപ്പിച്ചെടുത്താൽ മതി. പരിപ്പ് ആവശ്യത്തിന് നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നു കഴിഞ്ഞാൽ ഇതിൽ അധികമുള്ള വെള്ളം ഒന്ന് ഇതുപോലെ ഒരു അരിപ്പ് പാത്രത്തിൽ ഊറ്റിക്കളയണം. ഇനി അതൊന്ന് ജസ്റ്റ് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഈ പരിപ്പ് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുന്ന സമയത്തും ഒട്ടും തന്നെ തെരികൾ ഉണ്ടാവരുത് കേട്ടോ. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഒട്ടും തെരികളൊന്നും ഇല്ലാതെ ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് പൊടിച്ചെടുക്കാം. ഇതുപോലെ നല്ല പേസ്റ്റാക്കി പൊടിച്ചെടുത്താൽ മാത്രമേ നമുക്ക് പരത്തുന്ന സമയത്ത് പൊട്ടിപ്പോവാതെ നല്ല രീതിയിൽ പരത്തിയെടുക്കാൻ പറ്റൂ. അതുപോലെ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റ് പോലെ പൊടിച്ചെടുത്താൽ മതി. ഞാനിതാ പരിപ്പ് മുഴുവനായിട്ടും നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടിച്ചെടുത്ത പരിപ്പൊന്ന് നമുക്ക് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ പൊടിക്കുന്നതിന് മുമ്പുള്ള അളവാണ് 1 കപ്പ് പഞ്ചസാര എന്ന് പറയുന്നത്. 1 കപ്പ് കറക്റ്റ് മധുരമാണ് കേട്ടോ. 1 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ഉരുകി മെൽട്ടായി ഇതുപോലെ ഒരു ലൂസായി വരും. ഇതിലേക്ക് ഈ ടൈമിൽ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കണം. എൻ്റെ ആ വീഡിയോ ക്ലിപ്പ് മിസ്സായി പോയിട്ടാണ്. ഈ 2 പൊടികളും കൂടി ചേർത്ത് നന്നായി അത് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു പഞ്ചസാര ഉരുകിയതൊക്കെ വറ്റി അത്യാവശ്യം നമുക്കിതൊരു കട്ടിയായിട്ട് കിട്ടണം കേട്ടോ. നമുക്കിത് കൈകൊണ്ടൊന്ന് ഉരുട്ടിയെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പാകത്തിന് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഇത് കുറച്ച് സമയം റൂം ടെമ്പറേച്ചർ വെക്കുക. അപ്പോൾ ഇത് കുറച്ചുകൂടി കട്ടിയായി നമുക്ക് പാകത്തിന് ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലായി കിട്ടും. ഇതിപ്പോൾ അത്യാവശ്യം റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു നാരങ്ങ വലുപ്പത്തിൽ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം തന്നെ ഇതുപോലെ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് എടുക്കുക. അതിൽ നിന്ന് നമ്മൾ നേരത്തെ എക്സ്ട്രാ ഒഴിച്ച് വെച്ച ഓയിലൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ഊറ്റിക്കളയുക. ഇത് കണ്ടില്ലേ, അതിന് മാവ് കുടിച്ചിട്ടൊന്നുമില്ല, കറക്റ്റ് അത് ഊറ്റിക്കളയാൻ പറ്റും.
ഇപ്പം ഈ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ മാവിൽ നിന്ന് നമ്മൾ ഉരുട്ടി വെച്ച ആ പരിപ്പിൻ്റെ ഒരു ബോളിനെക്കാളും കുറച്ച് വലുപ്പത്തിൽ ഇതുപോലെ ഒരു മാവ് എടുക്കാം. ഇനി ഈ മാവ് നമ്മുടെ കൈയോടെ തന്നെ ഒന്ന് റൗണ്ടിൽ പരത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച പരിപ്പിൻ്റെ ബോളിൽ നിന്ന് ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കാം. ഇനി ഈ മൈദമാവിനെ കൊണ്ട് നമ്മൾ വെച്ച പരിപ്പിൻ്റെ ബോളൊന്ന് നല്ല രീതിയിൽ കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രാ വരുന്ന മൈദ എടുത്ത് മാറ്റാം. ഇനി കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇതൊന്ന് ചെറുതായിട്ട് പരത്തിയെടുക്കുക. ഏറ്റവും നല്ലത് നമ്മൾ ഇതുപോലെ ഓരോന്ന് റെഡിയാക്കി അത് അപ്പം തന്നെ പരത്തി ചുട്ടെടുക്കുന്നതാണ്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് അരിപ്പൊടി എടുക്കുക. അരിപ്പൊടിയാണ് എടുക്കേണ്ടത്, മൈദയൊന്നും എടുക്കരുത്. എന്നിട്ട് നമ്മൾ പരത്തി വെച്ചത് എല്ലാ ഭാഗത്തേക്കായിട്ടും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പതിയെ വേണം കേട്ടോ നമ്മളിത് പരത്തിയെടുക്കാൻ. ഒരുപാട് ബലമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, മെല്ലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇത് ഇതുപോലെ പരത്തിയെടുക്കുമ്പോൾ നന്നായി കട്ടി കുറച്ച് വേണം കേട്ടോ പരത്തിയെടുക്കാൻ. ബോളി എപ്പോഴും അത്യാവശ്യം കട്ടി കുറഞ്ഞിട്ടാണ് ഉണ്ടാവാറ്. ഇനി ഇതൊന്ന് നല്ല ചൂടുള്ള പാനിലിട്ടിട്ട് ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നതിന് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് നെയ്യൊന്ന് അതിൻ്റെ മുകളിലേക്ക് പരട്ടി കൊടുക്കുക. കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് പൊങ്ങി വരും. അപ്പോൾ ആ സൈഡും കൂടി കുറച്ചുകൂടി നെയ്യ് പരട്ടി കൊടുക്കാം. രണ്ട് സൈഡും നന്നായി കുക്കായതിനു ശേഷം ഇത് നമുക്ക് പാനിൽ നിന്ന് എടുത്ത് നല്ല എയർ ടൈറ്റ് ആയ പാത്രത്തിൽ ഇട്ട് അടച്ചു വെക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മളെ ബോളി എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബോളി ഇതുപോലെ വെറുതെ കഴിക്കാതെ ആ ഒരു പായസം കൂട്ടി തന്നെ കഴിക്കണം. അപ്പോഴാണ് ഇതിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. നല്ലൊരു അടിപൊളി കോംബോയാണ് ബോളിയും പായസവും. ഞാനിപ്പോൾ ഇവിടെ പാലട പായസമാണ് ഇതിൻ്റെ കൂടെ കഴിക്കുന്നത്. വേറെ ഏത് പായസം വേണമെങ്കിലും കഴിക്കാമെന്നാണ് പറയുന്നത്, പക്ഷെ പാലടയാണ് ഏറ്റവും ബെസ്റ്റ് കോംബോ ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ കോംബോ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയതായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.